ദൈവത്തോട് മത്സരിക്കാൻ മനുഷ്യ നിനക്ക് സാധിക്കത്തില്ല. യേശു ആരെന്നറിയുമ്പോഴാണ് ആ വ്യക്തി പറഞ്ഞ സന്ദേശം, ആ രക്ഷ വലുതാവുന്നത്. ആരാണ് യേശു? അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. യേശു സകലത്തിന്റെയും സൃഷ്ടിതാവാണ്, സകലത്തിന്റെയും അവകാശിയാണ്. യേശു ആര്? യേശു കേവലം ഒരു ടീച്ചർ അല്ല, യേശു കേവലം ഒരു ഗുരുവല്ല, പ്രവാചകൻ മാത്രമല്ല. യേശു സാക്ഷാൽ ദൈവമാണ്. വേറെ വാക്യം വേണോ? ഉണ്ട്, എത്രയോ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ. പലരും ചോദിക്കും യേശു ദൈവമാണെന്ന് എവിടെ പറഞ്ഞേക്കുന്നത്? ഉണ്ടെന്നേ പറഞ്ഞിട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്ന് പറഞ്ഞാൽ അതാരെ പറ്റി പറയാണ്? 14-ാമത്തെ വാക്യം, വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. ഏത് വചനം? ആദിയിലുണ്ടായിരുന്ന വചനം, ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം. യേശു ക്രിസ്തു ആര്? ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു. ഈ സന്ദേശത്തിന്റെ ഒന്നാമത്തെ പ്രസംഗി ആരാ? കേവലം മനുഷ്യനല്ല. ഈ സന്ദേശത്തിന്റെ ഉറവിടം, സ്രോതസ് ആരാ? ഇത് മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ കഥയല്ല, ഇത് യേശുവിന്റെ സന്ദേശമായിരുന്നു. ഇത് ദൈവം മനുഷ്യനോട് കാട്ടിയ കരുണയുടെ, സ്നേഹത്തിന്റെ സന്ദേശമാണ്. അപ്പൊ സുവിശേഷത്തെ തള്ളുക എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ആരെ അവഗണിക്കുക? ദൈവത്തോടുള്ള മത്സരമാണ്. സുവിശേഷം വേണ്ട എന്ന് പറയുന്നത് സഭയോടുള്ള മത്സരമല്ല, പാസ്റ്റർമാരോടുള്ള മത്സരമല്ല, ഇത് ദൈവത്തോടുള്ള ധിക്കാരമാണ്. ദൈവത്തോട് മത്സരിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ കേവലം മനുഷ്യരല്ലേ? അവൻ നമ്മുടെ പ്രകൃതം അറിയുന്നു. എന്തുവാ? പൊടിയാണ്, ഒരു ശ്വാസം മാത്രമാണെന്ന്. പൗലോസ് താൻ വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ ഈ മാർഗത്തിലുള്ളവരെ നശിപ്പിക്കാൻ പദ്ധതി ഒരുക്കി, അധികാര പത്രമൊക്കെ വാങ്ങിച്ച് ഈ മാർഗക്കാരെ മുഴുവനും ഇല്ലാതാക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടെ നടന്നൊരു കാലമുണ്ട്. പോകുന്ന വഴിക്ക് ദൈവം തന്നെ കണ്ടുമുട്ടി. എന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉള്ളിനോട് ഉതയ്ക്കുന്നത് നല്ലതല്ല. ദൈവത്തോട് മത്സരിക്കാൻ കഴിയത്തില്ല. സുവിശേഷത്തിന്റെ സന്ദേശം ദൈവത്തിന്റെ സന്ദേശം. ഞങ്ങൾ യേശുവിന്റെ സ്ഥാനാപതികളായി നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുക. ദൈവത്തോട് മത്സരിക്കാൻ മനുഷ്യ നിനക്ക് സാധിക്കത്തില്ല. ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ ഇതാ സുവിശേഷം ഒരു അവസരം നൽകുന്നു.